ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നത്. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ BJP, UDF, LDF ഒരു ത്രികോണ പോരാട്ടം പലയിടത്തും നടക്കുമെന്നുള്ളത് 100% വ്യക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല അട്ടിമറികളും സംഭവിക്കാം. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയും 3 പാർട്ടികളും വളരെ വലിയ തോതിൽ തന്നെ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് 100% പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനിടയിൽ തന്നെ പലതരത്തിലുമുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകൾ ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം തട്ടാൻ പോകുന്നത്, ആരാണ് ഭരണത്തിൽ വരാൻ പോകുന്നത്, ആർക്കാണ് ഭരണം കൈവിടാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില സർവേ റിസൾട്ടുകളാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ എന്ന് പറയുന്നത് സീ വോട്ടർ സർവേ കൂടി നമ്മൾ നോക്കാനായി പോവുകയാണ്. സീ വോട്ടർ സർവേ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സീ വോട്ടർ സർവേ നോക്കുമ്പോഴത്തേക്കും അതിൽ LDFിനാണ് ഒരു നേരിയ തോതിൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയാം. അത് കുറച്ച് മാസങ്ങൾ മുന്നേ നടത്തിയ ഒരു സർവേ റിസൾട്ടാണ് സീ വോട്ടറിന്റെ. അതിൽ പക്ഷേ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ LDFിനാണ് നേരിയ തോതിൽ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സീ വോട്ടർ സർവേ വ്യക്തമാക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടു പിന്നിൽ നിൽക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും പറയുന്നത്. സീറ്റുകൾ അവർക്ക് ഇവിടെ നേടാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് സീ വോട്ടർ സർവേ. പക്ഷേ സീ വോട്ടർ സർവേ കുറച്ച് മാസങ്ങൾ മുന്നേ നടത്തിയ സർവേയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നേ ഉള്ള ഒരു സർവേയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ എടുത്തു പറയാനുള്ളത് ഈ സീ വോട്ടർ സർവേ അല്ലാതെ തന്നെയും 2 സർവേകൾ കൂടി ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ 2 സർവേകൾ എന്ന് പറയുന്നത് ഒന്ന് നവംബറിലും ഡിസംബറിലുമായിട്ട് പുറത്തിറങ്ങിയ 2 സർവേകളാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേകളാണ്. സീ വോട്ടറിന് പിന്നാലെ വന്ന 2 പുതിയ സർവേകൾ. ആ സർവേകൾ പ്രകാരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൂടി നോക്കാം. ഇതില് നവംബറിൽ പുറത്തു വന്ന LTV ന്യൂസ് ഇന്ത്യ സർവേ റിസൾട്ടാണ് ആദ്യം പറയുന്നത്. അതിൽ LDFിന് കിട്ടുന്ന ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 53 സീറ്റുകളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ INC കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് 83 സീറ്റുകൾ നൽകിയിരിക്കുന്നു. BJPക്ക് 4 സീറ്റുകളാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ വന്ന സർവേയാണ് ധരോഹർ വോയിസ് സർവേ റിസൾട്ട്. ഇതിൽ LDFിന് 72 സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതേസമയം UDFിന് 64 സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. BJPക്ക് 2 സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇത് കൂടാതെ മറ്റൊരു സർവേ റിസൾട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്, ചുനാവി സർവേ റിസൾട്ട്. ഇതിൽ LDFിന് 72 സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. UDFിന് 64 സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. BJPക്ക് 1 സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ LDF ഭരണത്തിൽ വരുമെന്ന് 2 സർവേകൾ പറയുന്നു. അതേസമയം UDF ഭരണത്തിൽ വരുമെന്നുള്ളത് ഈ പറയുന്ന തരത്തിൽ ഒരു സർവേ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള 2 സർവേകൾ ടൈറ്റ് എന്നാണ് പറയുന്നത്. അതിൽ LDFിന് നേരിയ തോതിലുള്ള മുൻതൂക്കം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഒരു സർവേ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട് UDFിന് മേൽക്കൈ ഉണ്ടാകും, നല്ല രീതിക്കുള്ള ഒരു മുൻതൂക്കം ഉണ്ടാകും. അതിൽ 53, 83 എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള 2 സർവേകൾ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 72, 64, മറ്റതിലും പറയുന്നത് 72, 64 എന്നുള്ളതാണ്. അതായത് ഒരു തൂക്കസഭയിലോട്ട് വരെ കാര്യങ്ങൾ മാറിയേക്കാം. BJP സീറ്റുകൾ നിർണായകമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതും അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് UDFിന് നേരിയ തോതിലെങ്കിലും മുൻതൂക്കം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ സീ വോട്ടർ സർവേ നോക്കുമ്പോഴത്തേക്കും സീ വോട്ടർ സർവേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേയാണ് നടന്നിട്ടുള്ളത് എങ്കിൽ പോലും അതിൽ LDFിന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു 3 സർവേകൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ഒരു സർവേയിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം UDFിന് ലഭിക്കുമെന്ന് തന്നെ പറയുന്നു. മറ്റ് 2 സർവേകൾ ഫൈറ്റ് ആയിരിക്കും. അതിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDFിന് നൽകുന്നതായിട്ടും പറയുന്നുണ്ട്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ഈ വന്ന എല്ലാ സർവേകളിലും പറയുന്നത്. അത് 4 ആകാം, 5 ആകാം, 2 ആകാം, 3 ആകാം എന്നുള്ള കണക്കിലേക്കാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിക്കാനായി പോകുന്നു ഓരോ പാർട്ടികളും. തീർച്ചയായിട്ടും പലയിടങ്ങളിലും ത്രികോണ പോരാട്ടം ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു. സർവേ ഫലങ്ങൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ
സർവേ ഫലങ്ങൾ അത് തീർച്ചയായിട്ടും ഈ വരുന്ന റിസൾട്ടിൽ ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? UDF, LDF, BJP പോരാട്ടത്തിൽ ആരായിരിക്കും അന്തിമ വിജയം നേടാനായിട്ട് പോകുന്നത്? അതിൽ LDFന് ഒരു തുടർഭരണം ഉണ്ടാകുമോ? അതല്ല UDFന്റെ ഒരു അട്ടിമറി നേട്ടം, അട്ടിമറി മുന്നേറ്റം, അട്ടിമറി വിജയം അവിടെ സ്വന്തമാക്കാൻ സാധിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ? BJP ഒരു മൂന്നാം മുന്നണി എന്നുള്ള രീതിയിൽ ശക്തി പ്രാപിക്കുന്ന കണക്ക് കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇതിൽ തീർച്ചയായിട്ടും സർവേ റിസൾട്ട് നോക്കുവാണെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ ആയിരിക്കും എന്നൊരു സംശയമില്ല. അതിൽ UDFന് മുൻതൂക്കം കാണിക്കുന്നുണ്ട്, LDFന് നേരിയ തോതിൽ മുൻതൂക്കം കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു തൂക്കുസഭയിലോട്ട് വരെ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ എന്ത് തരം അട്ടിമറികളാണ്, എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ എന്ത് തരം മാറ്റമാണ് ആഗ്രഹിക്കുന്നത്, അവരാരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.